നവകിരണം. ഹിമവൽ പാർശ്വത്തിൻ്റെ ഭംഗിയിലല തല്ലി അമലപ്രഭയായ ദേവി ഭാരതാംബികേ. ആ മണിക്കുടിലിൽ നിന്നാത്മചൈതന്യത്തിൻ്റെ കോമളകിരണങ്ങൾ ഉതിരുന്നിതാ വീണ്ടും. ഗീതയ്ക്കു മാതാവായ ദേവി നിൻമടിത്തട്ടിൽ ഏതൊരു മുനീശ്വരനാദരാൽ വിജയിപ്പൂ. ഏതു കൈയുദാരതയാൽ ഇന്ത്യ തൻ ഹൃദയത്തെ പാതകപ്പാഴ്കുണ്ടിൽ നിന്നുയർത്താൻ പ്രയത്നിപ്പൂ. ആ സബർമതിയാകുമാശ്രമത്തിങ്കൽ ദിവ്യമാകിയ തേജസ്സൊന്നു കാൺകേ കണ്ണേ വീണ്ടും. കാൽമടമ്പുകൾ ചായ്ച്ച ചമ്രവും പടിഞ്ഞിതാ കാൽവിനാഴിക നേരം ധ്യാനത്തിലിരിക്കവേ. കണ്ടിടാം തേജസ്സൊന്ന് മുഖത്തിൽ ചുളിവാർന്ന രണ്ടു കപോലവും നെറ്റിയും വിയർപ്പേന്തി. പെട്ടെന്ന് ദീർഘശ്വാസം വിട്ട് തൻ മാതാവിൻ്റെ ക്ലിഷ്ടഭാവത്തെ പേർത്തുമൊക്കെയാലവിടുന്ന്. ചിന്തയാലല തല്ലും 40 കോടിക്കുള്ള സ്വന്തമാം സഹോദരത്രാണന മാർഗം തേടി. പുകയും ശിരസ്സിന് പൂർണ്ണ വിശ്രമമെങ്ങോ പുണരാനണയുന്ന കിരണപ്രകാശമേ. ശാന്തിയാണവിടുന്ന് ഭജിക്കും മതം, നിജസ്വാന്തമോ സർവോത്കൃഷ്ടമഹിംസ പരിപൂർണം മഞ്ഞണിമാല്യം. ചാത്തിമിന്നിടുന്നൊരു മഞ്ജു കഞ്ചുകത്തമരുമാ കോകിലത്തിന്നാലാപം വ്യക്തമായി ശ്രമിക്കവേ ഉലകിൻ ഹൃദന്തരം മുഗ്ധമായി ഭവിക്കുന്നു പൂർണ്ണമാം സന്തോഷത്താൽ. ഭാരതം സ്വതന്ത്രമായി തീരവേ അതിനൊരു ഭാരമായി ഭവിക്കയോ സോദര വൈരാങ്കുരം.